നമസ്കാരം, ഞാൻ രവീന്ദ്രനാശാൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വടക്കൻ സമ്പ്രദായത്തിലെ പൂത്തറ സങ്കല്പത്തെക്കുറിച്ചാണ്. തുളുനാടൻ പൂത്തറ സങ്കല്പത്തെക്കുറിച്ച് ഞാനൊരു ലഘു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. വടക്കൻ സമ്പ്രദായത്തിൽ അറപ്പുകൈ, വല്ലഭട്ട്, ഒടുമുറിശ്ശേരി, പിള്ളതാങ്ങി തുടങ്ങിയ സമ്പ്രദായത്തിൽ നിന്നും കടത്തനാടൻ, കോഴിക്കോടൻ, ചാവക്കാടൻ, വള്ളുവനാടൻ തുടങ്ങിയ ശൈലികൾ ഉണ്ടായി വന്നു. ഇവ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഒന്നുമില്ല. വടക്കൻ സമ്പ്രദായത്തിൽ കുഴിക്കളരികൾക്കാണല്ലോ പ്രാധാന്യം. ഇവിടെയും കന്നിമൂലയിൽ തന്നെയാണ് പൂത്തറ നിർമ്മിച്ചിരിക്കുന്നത്. ഷഡാധാര സങ്കല്പത്തിൽ 6 പടികളും 7ാമത്തെ പടിയായി മണിപീഠവും മണിപീഠത്തിന് മുകളിൽ കൂമ്പും ഉണ്ടായിരിക്കും. ഈ കൂമ്പിൻ്റെ ഉയരത്തെ സംബന്ധിച്ച് ഗുരുവിൻ്റെ ഹൃദയത്തോളം ഉയരം വേണമെന്നും അതല്ല സഹസ്രാരത്തിനോളം ഉയരം വേണമെന്നും 2 അഭിപ്രായം നിലവിലുണ്ട്. ഈ പൂത്തറ നിർമ്മാണത്തിൽ 8 എന്ന സംഖ്യ വരുന്നുണ്ട്. പൂത്തറയിലെ പ്രതിഷ്ഠയെ സംബന്ധിച്ചിടത്തോളം അത് ശിവരൂപമാണെന്നും ശിവപാർവതി രൂപമാണെന്നും സങ്കല്പിക്കപ്പെടുന്നുണ്ട്. പൂത്തറയ്ക്ക് തൊട്ടടുത്തായി ഗുരുപീഠവും ഗുരുപീഠത്തിന് സമീപത്തായി അല്പം ഉയരെ വിഘ്നേശ്വര പ്രതിഷ്ഠയും ഉണ്ടായിരിക്കും. ഇവയ്ക്ക് നേരെ എതിരെയായി വേട്ടയ്ക്കൊരു മകൻ പ്രതിഷ്ഠ കാണും. കളരിയിൽ അഷ്ടദിക്പാലന്മാർക്കും കളരി മധ്യത്തിൽ ബ്രഹ്മാവിനും സ്ഥാനം ഉണ്ടായിരിക്കും. എന്നാൽ പഞ്ചഭൂത അടിസ്ഥാനത്തിൽ 5 തട്ടോടുകൂടിയ പൂത്തറയും ഞാൻ കണ്ണൂർ തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അത് ആ ഗുരുക്കന്മാരുടെ ഗുരു ഉപദേശപ്രകാരം അവർ നിർമ്മിച്ചിരിക്കുന്നതാണ്. കളരിയുടെ മധ്യത്തിൽ കല്ലുവെച്ച് അതിൽ വിളക്ക് വയ്ക്കണം എന്ന് ചിന്തിക്കുന്ന ഗുരുക്കന്മാരും അവിടെയുണ്ട്. ഈ പൂത്തറയിലെ തട്ടുകൾ സപ്തധാതുക്കളാണെന്നും 3 പീഠം തൃത്വത്തെയാണ് കുറിക്കുന്നതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഏതായാലും തുളുനാടൻ്റെയും വടക്കൻ സമ്പ്രദായത്തിൻ്റെയും പൂത്തറയെക്കുറിച്ച് ലഘുവായ വിവരണം ഞാൻ നൽകിക്കഴിഞ്ഞു. എൻ്റെ ഈ ലഘു വിവരണം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.